നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. 2025 പെൻഷൻ മസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ചെയ്തില്ല എന്നങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗവൺമെൻറ് അറിയിപ്പുകളും മറ്റും ലഭിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. നമുക്കറിയാം, മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരിൽ ഒരുപാട് ആളുകൾ പെൻഷൻ വാങ്ങാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ വരികയുണ്ടായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ഇങ്ങനെ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തത്. ഓരോ വർഷവും മസ്റ്ററിങ് പൂർത്തിയാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ മസ്റ്ററിൽ നിന്നും പുറത്താകാറുണ്ടായിരുന്നു. ഏകദേശം 80% ആളുകൾ മാത്രമാണ് ഓരോ വർഷം കഴിയുമ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കാറ്. അതുകൊണ്ട് തന്നെ സർക്കാരുകൾ എല്ലാ വർഷവും കറക്റ്റായിട്ട് തന്നെ മസ്റ്ററിങ്ങുമായി വരികയാണ്. ഈ വർഷത്തെ മസ്റ്ററിങ് അടുത്ത മാസമോ അല്ലെങ്കിൽ പിറ്റത്തെ മാസമോ തുടങ്ങുന്നതാണ്. ആഗസ്റ്റ് മാസങ്ങളിലായിരിക്കും സാധാരണഗതിയിൽ മസ്റ്ററിങ് ഉണ്ടായിരിക്കുക. എന്നാൽ അതിനു മുമ്പായി തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നമ്മൾ കുറച്ച് രേഖകൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോഴേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ്. ഒരുപാട് ആളുകൾക്ക് ആധാറിലെ മിസ്റ്റേക്ക് കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് മസ്റ്ററിങ് തീയതി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ആധാർ അപ്രൂവലായി അവർക്ക് തിരുത്തി കിട്ടുകയുള്ളൂ. അപ്പോഴേക്കും മസ്റ്ററിങ്ങിൻ്റെ തീയതി കഴിയുകയും പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങുകയും ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മുടെ ആധാർ കാർഡ് റെഡിയാക്കി വെക്കുക. നമ്മുടെ ആധാർ കാർഡിൽ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, സർനെയിം, അഡ്രസ്സ്, ഫോൺ നമ്പറുകൾ എന്നിവയെല്ലാം ക്ലിയറാക്കി വെക്കുക. നമ്മൾ പെൻഷൻ ഐ ഡിയിൽ ഒരു പേരും നമ്മുടെ ആധാർ കാർഡിൽ മറ്റൊരു പേരും, അങ്ങനെയാണെങ്കിൽ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നമ്മുടെ ഫോൺ നമ്പർ. ആധാറിലേക്ക് വരുന്ന OTP വെച്ചായിട്ടായിരിക്കും നമ്മൾ എല്ലാ ആളുകളും മസ്റ്ററിങ് പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ആധാറിലെ OTP ആണ് മറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇനി വളരെ അത്യാവശ്യമായി വേണ്ടത്. നിർബന്ധമായിട്ടും ആധാറിലെ ഫോൺ നമ്പർ റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ആധാറിലെ അഡ്രസ്സ് റെഡിയാക്കി വെക്കുക. മസ്റ്ററിങ് തുടങ്ങാൻ ഇനിയും 2 മാസം ബാക്കിയുണ്ടെങ്കിലും ഇതെല്ലാം ഇപ്പോഴേ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡിലെ തെറ്റ് തിരുത്താൻ ഇപ്പോൾ നല്ല സമയം പിടിക്കുന്നുണ്ട്. 60 ദിവസം വരെ പിടിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്ററിങ് വരുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. മസ്റ്ററിങ് വരുന്ന സമയത്ത് നമ്മൾ ആഗസ്റ്റ് മാസങ്ങളിലായിരുന്നു മസ്റ്ററിങ് എങ്കിൽ നമ്മൾ ആ സമയങ്ങളിൽ നല്ല തിരക്കായിരിക്കും അക്ഷയ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുക. കുട്ടികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷയ കേന്ദ്രം നല്ല തിരക്കായിരിക്കും. അതിനുമുമ്പ് ഈ മെയ് മാസത്തിൽ തന്നെ നമ്മൾ ആധാറിലെ എല്ലാ കാര്യങ്ങളും തിരുത്തുക. നമ്മൾ പെൻഷൻ ഐ ഡിയിലെ പേരുമായി സാമ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇക്കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് വരുന്ന സമയത്ത് നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യുക. ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.